വെൽക്കം സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മൾ 2020 വെക്ടർ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ 2019 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2019 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻ 1 മാർക്കും, തേർഡ് ക്വസ്റ്റ്യൻ 2 മാർക്കും. ദ പൊസിഷൻ വെക്ടേഴ്സ് ഓഫ് 3 പോയിൻറ്റ്സ് എ, ബി ആൻഡ് സി ആർ ഗിവൺ. Find vector AB and AC, angle between AB and AC, and a vector perpendicular to AB and AC and having a magnitude of 9 units. നമുക്ക് എ ബിയും എ സി എന്ന് പറയുന്ന വെക്ടർ ആദ്യം കണ്ടുപിടിക്കാം. അപ്പം വെക്ടർ എ ബി എന്ന് പറയുന്നത് എന്താ? വെക്ടർ എ ബി ഈസ് ഈക്വൽ ടു പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ. പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ. അങ്ങനെയാണ് പൊസിഷൻ വെക്ടർ ഓഫ് ബി ഏതാണ്? 4i + 4k മൈനസ് എൻ്റെ പൊസിഷൻ വെക്ടർ ഏതാണ്? എൻ്റെ വെക്ടർ ഏതാണ്? i + 3j + 3k. i + 3j + 3k. ഇപ്പോൾ വെക്ടർ എ ബി എന്ത് വരും? എന്താണ് വെക്ടർ എ ബി? 4i - i എന്തായി? 3i. ഇവിടെ ജെ കമ്പൗണ്ട് അല്ല, 0 - 3j -3j. 4k - 3k എന്തായി? +k. വെക്ടർ എ ബി എന്തായി? 3i - 3j + k. ഇനി അതുപോലെ വെക്ടർ എ സി എങ്ങനെ കണ്ടുപിടിക്കുക? പൊസിഷൻ വെക്ടർ ഓഫ് സി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ. ഇനി സീൻ്റെ വെക്ടർ ഏതാണ്? -2i + 4j + 2k മൈനസ് എൻ്റെ വെക്ടർ ഏതാണ്? i + 3j + 3k. i + 3j + 3k എന്ത് വരും? -2i - i എന്തായി? -3i. 4j - 3j + j. 2k - 3k എന്തായി? -k. രണ്ട് വെക്ടർ ആയാലും എ ബി എന്ന് പറയുന്ന വെക്ടറും കിട്ടി, എ സി എന്ന് പറയുന്ന വെക്ടറും കിട്ടി. ഇനി നമുക്ക് വേണ്ട എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ എ ബി ആൻഡ് എ സി. ആംഗിൾ ബിറ്റ്വീൻ എ ബി ആൻഡ് എ സി എന്താണ്? ഇപ്പോൾ രണ്ട് വെക്ടർ എയും ബി, രണ്ട് വെക്ടറാണ്. എ ഡോട്ട് ബി എന്താണ്? മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബി കോസ് തീറ്റ. അപ്പോൾ കോസ് തീറ്റ എന്താണ്? എ ഡോട്ട് ബി ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബി. ഇവിടെ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് വരും? എ ബി ഡോട്ട് എ സി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ ബി ഇൻറ്റു മോഡുലസ് ഓഫ് എ സി. എ ബി ഡോട്ട് എ സി ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് എ ബി ഇൻറ്റു മോഡുലസ് ഓഫ് എ സി. നോക്കുമ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ ബി ഡോട്ട് എ സി എന്ത് വരും? 3i - 3j + k ഡോട്ട് -3i + j - k ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ ബി എന്താണ്? എ ബി എന്ന് പറഞ്ഞ വെക്ടർ ഇതല്ലേ? 3² + -3² + 1² ഇൻറ്റു മോഡുലസ് ഓഫ് എ സി എന്താ? -3² + 1² + -1². അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ എന്ത് വരും? കോസ് തീറ്റ ഇതാണ് വെക്ടർ എ ബി ഡോട്ട് എ സി ബൈ മോഡുലസ് ഓഫ് എ ബി ഇൻറ്റു മോഡുലസ് ഓഫ് എ സി. ഒരു വെക്ടറിൻ്റെ മോഡുലസ് എന്താണ്? √(x² + y² + z². ഐ കമ്പോണൻറ്റ്, ജെ കമ്പോണൻറ്റ്, കെ കമ്പോണൻറ്റ് സ്ക്വയർ എടുത്ത് ആഡ് ചെയ്ത് റൂട്ട് എടുക്കുന്നതാണ് എന്ത്? ഒരു വെക്ടറിൻ്റെ മോഡുലസ്. അപ്പോൾ എന്ത് വരും? ഡോട്ട് ചെയ്യുമ്പോൾ 3 × -3 എന്തായി? ഐ കമ്പോണൻറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ജെ കമ്പോണൻറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, കെ കമ്പോണൻറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 3 × -3 എന്താ? -9. -3 × 1 എന്തായി? -3. 1 × -1 എന്താ? 1 × -1 ഡിവൈഡഡ് ബൈ √() എന്ത് വരും? 3² 9 + 9 + 1 ഇൻറ്റു √() 3² 9 + 1 + 1. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ എന്താ? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു -9 - 3 -12 -12 -1 എന്തായി? -12 -1 -13 ഡിവൈഡ് ബൈ √() 9 + 9 18 19 ഇൻറ്റു √(11). അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ 3 നോക്കാം. ക്വസ്റ്റ്യൻ 3 എന്താണ്? വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ബി ആൻഡ് എ സി ആൻഡ് ഹാവിങ് എ മാഗ്നിറ്റ്യൂഡ് 9 units. എ ബിക്കും എ സിക്കും പെർപെൻഡിക്കുലറായ വെക്ടർ കണ്ടുപിടിക്കണം. ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 9 units ആണ്.
ഇനി വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ടു വെക്റ്റേഴ്സ് എന്താണ്? രണ്ട് വെക്റ്ററിന് പെർപെൻഡിക്കുലറായ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ആ വെക്റ്ററിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് ആയ ഒരു വെക്റ്റർ ആയിരിക്കും. ആ വെക്റ്ററിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് ആയ വെക്റ്റർ എന്തായിരിക്കും? രണ്ട് വെക്റ്ററിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. നമുക്ക് എന്താ പറയുക, വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എ ബി ആൻഡ് എ ബി എ സിക്ക് പെർപെൻഡിക്കുലറായ വെക്റ്റർ എങ്ങനെ എടുക്കാം? എ ബി ക്രോസ് എ സി. എ ബി ക്രോസ് എ സി എന്ന് പറയുന്ന വെക്റ്റർ എന്താണ്? വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എ ബി ആൻഡ് എ സി. വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എ ബി ആൻഡ് എ സി. അപ്പോൾ എ ബി ക്രോസ് എ സി എന്താണ്? എ ബി ക്രോസ് എ സി ഇസ് ഡിറ്റർമിനൻ്റ് ഓഫ് ഐ ജെ കെ. എ ബി എന്താണ്? 3 - 3 1 ആൻഡ് എ സി -3 1 -1. അപ്പോൾ എ ബി ക്രോസ് എ സി എന്ത് വരും? എ ബി ക്രോസ് എ സി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു -3 × -1 3 -1 -j ഇൻറ്റു -3 -3 പ്ലസ് കെ ഇൻറ്റു 3 -3 ഇൻറ്റു -3 പ്ലസ് 9. അപ്പോൾ എ ബി ക്രോസ് എ സി എന്ത് വരും? 3 - 1 2 2i -3 പ്ലസ് 3 എന്തായി? 0j പ്ലസ് 3 - 9 എന്തായി? -6k. അപ്പോൾ എ ബി ക്രോസ് എ സി എന്തായി? 2i - 6k. 2i - 6k. എ ബി ക്രോസ് എ സി എന്തായി? 2i - 6k. അപ്പോൾ എ ബി ക്രോസ് എ സി എന്ന് പറഞ്ഞാൽ എ ബിക്കും എ സിക്കും പെർപെൻഡിക്കുലറായ വെക്ടറാണ് 2i - 6k. നമുക്ക് വേണ്ട വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? 9 യൂണിറ്റ്സ് ആണ്. നമുക്ക് എ ബിക്കും എ സിക്കും ക്രോസ് ആയ എ ബിക്കും എ സിക്കും പെർപെൻഡിക്കുലറായ ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം അറിയാം, 9 യൂണിറ്റ്സ്. ഇനി എ ബി ക്രോസ് എ സി എന്ന് പറഞ്ഞാൽ എന്താ? എ ബിക്കും എ സിക്കും പെർപെൻഡിക്കുലറായ മറ്റൊരു വെക്ടറാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? ഈ വെക്ടറിൻ്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ച് ആ യൂണിറ്റ് വെക്ടറിനെ ഈ മാഗ്നിറ്റ്യൂഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? റിക്വേർഡ് വെക്ടർ കിട്ടും. കാരണം എ ബി ക്രോസ് എ സി എന്ന് പറഞ്ഞ വെക്ടർ ഏതാണ്? 2i - 6k. അപ്പം എ ബി എന്ന് പറഞ്ഞ വെക്ടർ എ സി എന്ന് പറഞ്ഞ എ ബി എന്ന് പറഞ്ഞ വെക്ടർ എ സി എന്ന് പറഞ്ഞ വെക്ടർ ഈ പ്ലെയിനിലാണെങ്കിൽ എ ബി ക്രോസ് എ സി എന്തായിരിക്കും? ഈ പ്ലെയിനിന് എ ബിക്കും എ സിക്കും പെർപെൻഡിക്കുലർ വെക്ടറാണ് എ ബി ക്രോസ് എ സി. അപ്പം ഈ നമുക്ക് വേണ്ട റിക്വേർഡ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് അറിയാം. അപ്പം റിക്വേർഡ് വെക്ടർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈ എ ബി ക്രോസ് എ സി എന്ന് പറഞ്ഞ വെക്ടറിൻ്റെ ഈ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ച് ആ യൂണിറ്റ് വെക്ടറിനെ ഈ മാഗ്നിറ്റ്യൂഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? റിക്വേർഡ് വെക്ടർ കിട്ടും. അപ്പോൾ യൂണിറ്റ് വെക്ടർ എന്ത് കിട്ടും? യൂണിറ്റ് വെക്ടർ ഈസ് ഈക്വൽ ടു 2i - 6k ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എന്താണ്? 2² പ്ലസ് -6². എന്തൊരു 2i - 6k ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 4 പ്ലസ് 36 ഈക്വൽ എന്ത് വരും? 2i - 6k ഡിവൈഡ് ബൈ റൂട്ട് 40 ഇനി നമ്മളെ റിക്വേർഡ് വെക്ടർ എന്താണ്? റിക്വേർഡ് വെക്ടർ ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 2i - 6k ഡിവൈഡ് ബൈ റൂട്ട് 40 ഈക്വൽ എന്ത് വരും? 18 ബൈ റൂട്ട് 40i -9 ഇൻറ്റു 6 എന്താ? 54 ഡിവൈഡ് ബൈ റൂട്ട് 40k. 56 ഡിവൈഡ് ബൈ റൂട്ട് 40k. ഇപ്പോൾ വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ബി ആൻഡ് എ സി ആൻഡ് ഹാവിങ് മാഗ്നിറ്റ്യൂഡ് 9 യൂണിറ്റ്സ് എന്താ? ഈ മോഡൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് എന്ത് ചെയ്യണം? എ ബിക്കും എ സിക്കും പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഏത് രണ്ട് വെക്ടറിനും പെർപെൻഡിക്കുലറായ വെക്ടർ എന്ന് പറഞ്ഞാൽ ആ വെക്ടറിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് ആണ്. ആ ക്രോസ് പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിൽ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക. യൂണിറ്റ് വെക്ടർ എന്താ? വെക്ടർ ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് ദ വെക്ടർ. ആ യൂണിറ്റ് വെക്ടറിനെ മാഗ്നിറ്റ്യൂഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? റിക്വേർഡ് വെക്ടർ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പം 2019 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ ഫസ്റ്റ് പാർട്ട് എന്താണ്? ഇഫ് എ ബി സി ആർ കോപ്ലാനാർ റൈറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു എ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എയും ബിയും സിയും കോപ്ലാനാർ ആണ്. അങ്ങനെയാണെങ്കിൽ എക്ക് പെർപെൻഡിക്കുലറായ വെക്ടർ എയും ബിയും സിയും കോപ്ലാനാർ ആണ്. ഇപ്പോൾ എയും ബിയും വെക്ടർ എ, വെക്ടർ ബി ആൻഡ് വെക്ടർ സി, ഈ മൂന്ന് വെക്ടറും ഈ പ്ലെയിനിലെ വെക്ടർ ആണെങ്കിൽ എക്ക് പെർപെൻഡിക്കുലർ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലറായ ഏതൊരു വെക്ടറും എക്ക് പെർപെൻഡിക്കുലർ ആണ്. ഇപ്പോൾ വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ഏതാണ്? ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് എ വിത്ത്
ബി ഓർ സി. അപ്പോൾ എ ക്രോസ് ബി എടുത്താൽ എന്താ, എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. എ ക്രോസ് സി എന്ന് പറഞ്ഞാൽ എന്താ, വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് സി. ഇപ്പോൾ എയും ബിയും സിയും കോപ്ലാനർ ആയതുകൊണ്ട് ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് എ വിത്ത് ബി ഓർ സി എന്താണ്, വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? ഇഫ് എ ബി സി ആർ കോപ്ലാനർ പ്രൂവ് ദാറ്റ് ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് എ പ്ലസ് ബി, ബി പ്ലസ് സി ആൻഡ് സി പ്ലസ് എ ആർ കോപ്ലാനർ. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഇതിന് മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കോപ്ലാനർ ഒരു കണ്ടീഷൻ നേരത്തെ 2020 ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രൂവ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ അവിടെ പഠിച്ച കാര്യമാണ്, ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, എ ബി സി കോപ്ലാനർ ആണെങ്കിൽ എന്താണ്, ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് എ ബി സി എന്താണ്, ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് എ ബി സി 0 ആണ്. എ ബി സി കോപ്ലാനർ ആണെങ്കിൽ ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് എ ബി സി എന്താണ്, 0 ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുക. എന്താ, ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് എ പ്ലസ് ബി, ബി പ്ലസ് സി, സി പ്ലസ് എ. ഇത് ഈക്വൽ ടു എന്താണ്, ഇത് ഈക്വൽ ടു എന്താണ്, എ പ്ലസ് ബി ഡോട്ട് ബി പ്ലസ് സി ക്രോസ് എന്താണ്, ക്രോസ് സി പ്ലസ് എ അല്ലേ. കാരണം എ ഡോട്ട് ബി ക്രോസ് സി എന്താണ്, അല്ലേ, ബോക്സ് എ ബി സി എന്താണ്, എ ഡോട്ട് ബി ക്രോസ് സി. ഇപ്പോൾ ബോക്സ് എ പ്ലസ് ബി, ബി പ്ലസ് സി പ്ലസ് എ എന്താ, എ പ്ലസ് ബി ഡോട്ട് ബി പ്ലസ് സി ക്രോസ് സി പ്ലസ് എ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് നമ്മൾ ഡോട്ട് ചെയ്യാം. അപ്പോൾ എന്തോ ഒരു ഈക്വൽ എ പ്ലസ് ബി ഡോട്ട് എന്ത് വരും, എ പ്ലസ് ബി ഡോട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്മൾ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി, എ പ്ലസ് ബി ഇവിടെ വെക്കുന്നു. ഇതിലൂടെ ക്രോസ് ചെയ്യുമ്പോൾ എന്താവും, ബി ക്രോസ് സി പ്ലസ് ബി ക്രോസ് എ പ്ലസ് സി ക്രോസ് സി പ്ലസ് സി ക്രോസ് എ പ്ലസ് സി ക്രോസ് സി പ്ലസ് സി ക്രോസ് എ. ഇനി സി ക്രോസ് സി എന്താണ്, 0 ആണ്. ഇനി വെക്ടർ ക്രോസ് പ്രൊഡക്റ്റ് വിത്ത് ദ സെയിം വെക്ടർ എന്താണ്, 0 ആണ്. ഇതുപോലെ എന്താ, ബി ക്രോസ് സിയും ബി ക്രോസ് എ അതുപോലെ സി ക്രോസ് എ. പുറത്തെടുക്കുമ്പോൾ എന്ത് വരും നമുക്ക്, എ പ്ലസ് ബി ഡോട്ട് ബി ക്രോസ് സി, എ പ്ലസ് ബി ഡോട്ട് ബി ക്രോസ് സി പ്ലസ് എന്ത് വരും, എ പ്ലസ് ബി ഡോട്ട് ബി ക്രോസ് എ പ്ലസ് ഡോട്ട് ചെയ്യുമ്പോൾ എന്താ, ഫസ്റ്റ് വൺ എ ഡോട്ട് ബി ക്രോസ് സി, എ ഡോട്ട് ബി ക്രോസ് സി പ്ലസ് എ ഡോട്ട് ബി ക്രോസ് എ പ്ലസ് എ ഡോട്ട് സി ക്രോസ് എ പ്ലസ് അതുപോലെ ബി ചെയ്യുമ്പോൾ എന്താവും, ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ബി ഡോട്ട് ബി ക്രോസ് സി പ്ലസ് ബി ഡോട്ട് ബി ക്രോസ് എ പ്ലസ് ബി ഡോട്ട് സി ക്രോസ് എ, ബി ഡോട്ട് സി ക്രോസ് എ. ഇനി എ ഡോട്ട് ബി ക്രോസ് സി എന്ന് പറഞ്ഞാൽ എന്താ, എ ഡോട്ട് ബി ക്രോസ് സി എന്ന് പറഞ്ഞാൽ ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് എ ബി സി, ബോക്സ് പ്രൊഡക്റ്റ് എ ബി സി പ്ലസ് എന്താണ്, ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് എ ബി എ, ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് എ ബി എ പ്ലസ് ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് എ സി എ പ്ലസ് ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് ബി ബി സി പ്ലസ് ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് ബി ബി എ പ്ലസ് ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് ബി സി എ പ്ലസ് ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് ബി സി എ. ഇതിനൊക്കെ ബോക്സ് പ്രൊഡക്റ്റിനുള്ള ഏതെങ്കിലും 2 വെക്ടർ സെയിം ആയിട്ട് വന്നാൽ ആ ബോക്സ് പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എന്താണ്, 0 ആണ്. അപ്പം എ ബി എ 0 ആണ്, അതുപോലെ എ സി എ 0 ആണ്, ബി ബി സി 0, ബി ബി എ 0. അപ്പോൾ അത് ഈക്വൽ ടു എന്ത് വരും, ഇസ് ഈക്വൽ ടു ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് എ ബി സി പ്ലസ് ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് ബി സി എ, ബോക്സ് പ്രൊഡക്റ്റ് എ ബി സി പ്ലസ് ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് ബി സി എ. ഇനി ബോക്സ് പ്രൊഡക്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഏതൊക്കെ ബോക്സ് പ്രൊഡക്റ്റ് എങ്ങനെയൊക്കെ എഴുതിയാലാണ് ഈക്വൽ ആവുന്നത് എ ബി സിൻ്റെ. നമ്മൾ എ എന്ന് പറഞ്ഞ വെക്ടർ ഇങ്ങനെ കൺസിഡർ ചെയ്യും, എ
ബി സി. നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുക്കുന്ന എല്ലാ ബോക്സ് പ്രൊഡക്റ്റും ഈക്വൽ ആയിരിക്കും. അതുപോലെ ആൻറ്റി ക്ലോക്ക് വൈസ് എടുക്കുന്ന എല്ലാ ബോക്സ് പ്രൊഡക്റ്റും ഈക്വൽ ആയിരിക്കും. ഇനി ക്ലോക്ക് വൈസ് എടുക്കുന്ന ഒരു ബോക്സ് പ്രൊഡക്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് എടുക്കുന്നതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ നമുക്ക് എന്താ, അതായത് ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് എ ബി സി ഈസ് ഈക്വൽ ടു ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് ബി സി എ ഈസ് ഈക്വൽ ടു ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് സി എ ബി ആണ്. ബോക്സ് പ്രൊഡക്റ്റ് സി എ ബി ഒരേ ഡയറക്ഷനിൽ എടുക്കുന്ന ബോക്സ് പ്രൊഡക്റ്റ് ഈക്വൽ ആയിരിക്കും. ബോക്സ് പ്രൊഡക്റ്റ് എ ബി സി ഈസ് ഈക്വൽ ടു ബോക്സ് പ്രൊഡക്റ്റ് ബി സി എ ഈസ് ഈക്വൽ ടു ബോക്സ് പ്രൊഡക്റ്റ് സി എ ബി. അപ്പോൾ ബോക്സ് പ്രൊഡക്റ്റ് എ ബി സി ഈക്വൽ ടു എന്താണ്, ബോക്സ് പ്രൊഡക്റ്റ് ബി സി എ. അപ്പോൾ എന്ത് കിട്ടും, ഈസ് ഈക്വൽ ടു ബോക്സ് പ്രൊഡക്റ്റ് എ ബി സി പ്ലസ് ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് എ ബി സി ഈക്വൽ ടു എന്ത് വന്നു, 2 ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് എ ബി സി. ഇനി എ ബി സി കോപ്ലാനാർ ആണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞു. കോപ്ലാനാർ ആണെങ്കിൽ എന്തായിരിക്കും, ബോക്സ് പ്രൊഡക്റ്റ് എ ബി സി 0 ഈസ് ഈക്വൽ ടു എന്ത് വരും, 2 × 0 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എ ബി സി കോപ്ലാനാർ ആണെങ്കിൽ ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് എ പ്ലസ് ബി ബി പ്ലസ് സി സി പ്ലസ് എ എന്ത് കിട്ടി, 0 കിട്ടി. ദെർഫോർ എന്താണ്, ബോക്സ് പ്രൊഡക്റ്റ് എ പ്ലസ് ബി ബി പ്ലസ് സി ആൻഡ് സി പ്ലസ് എ ആർ കോപ്ലാനാർ. ഒരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്, പഠിച്ചു വെക്കേണ്ടതാണ്, മറന്നു വരുന്നു. ഓക്കെ, താങ്ക് യു.